കുറ്റ്യാടി പേരാമ്പ്ര റൂട്ടിൽ നിരന്തരം അപകടങ്ങൾ സംഭവിക്കുകയാണ്. ഇന്നലെ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഡിഗ്നിറ്റി കോളേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരണപ്പെടുകയുണ്ടായത്. അപ്പോൾ നിരന്തരം ഇത്തരം അപകടങ്ങൾ ഈ ഒരു പേരാമ്പ്ര പ്രദേശത്ത്, പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്തും ഒക്കെ സംഭവിക്കുകയാണ്. ബസ്സുകാരുടെ മത്സരവും പിന്നെ സമയത്തിൻ്റെ ധൃതിയൊക്കെയാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. പൊലിഞ്ഞു പോകുന്ന മനുഷ്യ ജീവിതത്തിന് യാതൊരുവിധ പരിഗണനയും നൽകാത്ത ബസ് ഉടമകളുടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ നാട്ടുകാർ ഒരുപാട് പ്രതിഷേധത്തിലാണ്. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം പോലും ഇന്നും ബസ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് ഇന്ന് നമ്മളോട് ഇവിടെയുള്ളൊരു യുവതി. ഇന്നലെ ആക്സിഡന്റ് സംഭവിച്ച അതേ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ അതേ പിന്നെ കുറ്റ്യാടി കോഴിക്കോട് സെയിം ബസ്സല്ല, ഇന്നലെ ആക്സിഡന്റ് ഉണ്ടായ ബസ്സല്ല, അതുപോലെ വേറൊരു ബസ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ വളവിൽ വെച്ചിട്ട് ഈ ഡിഗ്നിറ്റി കോളേജ് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള വലിയ വളവിൽ വെച്ചിട്ട് നമ്മൾ കാറിൽ വരികയാണ്. അപ്പോൾ തട്ടിയില്ല എന്നുള്ള രീതിയിലാണ് അവർ അത്രയും സ്പീഡില്ല, ഹൈ സ്പീഡ് എന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ അത്രയും ഹോൺ അടിച്ച് പിടിച്ചിട്ടും ഒരു മൈൻഡും ചെയ്യാണ്ട് അങ്ങനെയാണ് അവർ വന്നിട്ടുള്ളത്. നമ്മളപ്പോൾ ഇവിടെ നേരെ സ്റ്റാൻഡിൽ വന്ന് പോലീസിനോട് പറഞ്ഞ് പോലീസിനെയും കൂട്ടിയിട്ട് നമ്മൾ ഡ്രൈവറോട് സംസാരിച്ച്. പക്ഷേ ആ ഒരു ഇന്നലെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് പോലും ഒരു 2 ദിവസം പോലും അവർക്ക് അതൊന്ന് സ്ലോ ആക്കാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം ഇന്ന് നമ്മൾ അത്രയും പേടിച്ച് പോയിട്ടുണ്ടെന്നുള്ള അത്രയും സത്യം. കാരണം എന്നെ ഇവിടെ ഇറക്കിയിട്ട് ഇന്നലെ ആ മരിച്ച കുട്ടീൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പാക്ക് അങ്ങോട്ട് തിരിച്ചു പോകണം. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ബസ്സിനെ ഇന്നും ഇതേ സ്പീഡിൽ കാണുന്നത്. അത് ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യാണ്, പേരാമ്പ്ര വീടുള്ള ഒരാളാണ്. എപ്പോഴും ഈ ബസ്സിലോ അല്ലെങ്കിൽ പുറത്ത് സ്കൂട്ടി എടുത്ത് പോകുമ്പോഴോ ഈ ബസ് കാണുമ്പോൾ നമുക്ക് പേടിയാണ്. ബസ്സിൻ്റെ പുറത്താണെങ്കിൽ തീർന്നു, ബസ്സിലുള്ളവർക്ക് അത്രയും പേടിക്കേണ്ട, കാരണം അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടും, കാരണം ഡ്രൈവർ അതിലുണ്ട്. അത് പക്ഷേ പുറത്ത് കൂടെ വണ്ടിയിൽ പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാരാണ് ഏറ്റവും പേടിക്കേണ്ടി വരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഈ സ്കൂട്ടി നിർത്തിയിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബസ് റോങ് സൈഡ് കയറി വന്നിട്ട് നമുക്ക് പോകാൻ സ്ഥലം കിട്ടൂല, നമ്മൾ നിർത്തേണ്ടി വരും. അപ്പോൾ അത്രയും ഇത് കൊല്ലങ്ങളായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വരിക. അവരെന്തെങ്കിലും പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം അവർ കാണാമെന്നല്ലാണ്ട് നമ്മളെ നെഞ്ചത്തോട്ട് ബസ് കയറ്റിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഇന്നലെ അവർക്കുള്ള ആകെയുള്ള ഒരു ആൺകുട്ടീനെയാണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത്. അതൊന്നും നമുക്ക് ഈ ബസ്സുകാർക്ക് നികത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് എന്തെങ്കിലും നടപടി ബസ്സുകാരെടുക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അതിൽ അവർക്ക് RTO പെർമിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് ജനങ്ങളെ പ്രശ്നമല്ല, ജനങ്ങളെ നെഞ്ചത്തോട്ടല്ല അതിൽ കയറേണ്ടത്. ഇത്രേ പറയാനുള്ളൂ.